നേരെ വരുന്ന അപർണ പിഷാരടിയെ കാണുന്നു, പിഷാരടിയെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് തൊട്ടടുത്ത് പിഷാരയുടെ വൈഫിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. കോളേജിൽ വന്നിട്ട് ആ പയ്യൻ തോളത്ത് കൈ വെച്ചപ്പോൾ സമ്മതിച്ചിട്ടില്ല. നേരെ വന്ന് കെട്ടിപ്പിടിച്ച സമയത്ത് പെട്ടെന്ന് തൊട്ടടുത്ത് ഭാര്യ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടത്തിന് വന്നിട്ടുള്ള അതേ അനുഭവം. വീഡിയോ എടുക്കുന്ന നേരം നോക്കി ബാക്ക് കാണിച്ച് സ്റ്റെപ്പ് കയറാനുള്ള നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല. അപർണ ബാലമുരളി ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കാണാൻ വന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ സർക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. പല ഓൺലൈൻ പേജസും ഈ അപർണ ബാലമുരളിയുടെ ഈ ഡ്രസ്സിലുള്ള വീഡിയോ, ഈ ഡ്രസ്സിൽ അവർ വന്നിട്ടുള്ള വീഡിയോ ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ വെച്ചാൽ, ഈ ഡ്രസ്സിന് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നിയോ? ഞാനിങ്ങനെ ചോദിച്ചാലും പ്രശ്നമാണ്. കാരണം ഇതുപോലുള്ള ക്യാപ്ഷൻസാണ് മിക്ക ഓൺലൈൻ മീഡിയ ഇടുന്നത്. ഇതുപോലത്തെ ഡ്രസ്സിൽ വന്ന സുന്ദരിയായ, അല്ലെങ്കിൽ ഈ നൃത്തം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ നോട്ടം കണ്ടിട്ട് എന്ത് തോന്നുന്നു. അപ്പോൾ അതിനനുസരിച്ച് അത് എറിഞ്ഞു കൊടുക്കുകയാണ് ആൾക്കാർക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ചോദിക്കല്ല. നമ്മുടെ വീട്ടിൽ സ്ത്രീകളൊക്കെ ഇടുന്ന പോലത്തെ ഒരു 10,000-2,000 രൂപയുടെ താഴെയിട്ടുണ്ടാവും, 1,000-1,500 രൂപയുടെ. കാരണം ഇതിൻ്റെ ഒരു പരസ്യവും കണ്ടു ഞാൻ നോക്കുന്ന സമയത്ത്. അപർണ ബാലമുരളി ഇട്ട ചുരിദാർ ഏതാണെന്നൊക്കെ വെച്ചിട്ട് വളരെ അധികം എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിലുള്ള ഒരു ചുരിദാർ ഇട്ടിട്ട് വളരെ മാന്യമായിട്ട് എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ച് വന്നിട്ടുള്ള അപർണ ബാലമുരളി. പിന്നെ അപർണ ബാലമുരളിക്ക് കാലങ്ങളായിട്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് തടിയുണ്ട്. അപ്പോൾ വസ്ത്രധാരണം, പിന്നെ ഈ തടി ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് തടി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രമല്ല അവരിട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ പോരാത്തതിന് വേറൊരു വിഷയം കൂടി ഉണ്ട്. കുറച്ച് കാലം മുന്നേ നടന്നിട്ടുള്ളതാണ്. ലോ കോളേജിൽ ചെന്ന സമയത്ത് ഒരു പയ്യൻ കൈ പിടിച്ചിട്ട് അപർണയെ എണീപ്പിക്കുന്നു. എന്നിട്ട് സെൽഫി എടുക്കുന്ന സമയത്ത് തോളത്ത് ഇടുന്ന സമയത്ത് അപർണ അവിടെ കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻ, വിനീത് ശ്രീനിവാസനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരിങ്ങനെ മാറുന്നു. അത് ഞാനും റിയാക്ട് ചെയ്താണ്, ഞാൻ അപർണയെ സപ്പോർട്ട് ചെയ്ത് തന്ന വീഡിയോ ചെയ്താണ്. ഒരുപാട് പേരെടുത്തിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് മീഡിയയിലൊക്കെ പിന്നീട് അപർണയ്ക്ക് പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻസൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൊരു ഇൻസ്റ്റൻസും കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് അതിനോട്ട് കണക്റ്റഡ് എന്ന് വയ്ക്കാൻ ഞാൻ അടുത്ത ഒരു വീഡിയോ പ്ലേ ചെയ്യാം. എന്നിട്ട് നമുക്ക് കാര്യത്തിൽ കിടക്കാം. കാരണം വെച്ചാൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന മലയാളികൾ, എനിക്കൊന്നും അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ സംശയമുണ്ട്. മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് എന്തോരു വൾഗർ കമൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ആ കമൻസ് വായിക്കുന്ന സമയം പ്ലീസ് ഞാനത് വായിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ ചില കേസിൽ അഥവാ വായിക്കേണ്ട സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ഹെഡ്ഫോൺ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കുട്ടികളുള്ളടത്ത് എൻ്റെ വീഡിയോ കാണാതിരിക്കാൻ സാധാരണ അങ്ങനെ പറയാറില്ല. പക്ഷെ നമ്മുടെ ചില ആൾക്കാരുടെ ലൈംഗിക ദാരിദ്ര്യവും അവരുടെ ചിന്താഗതിയും പറയാതെ വയ്യ. അപ്പോൾ അപർണ അങ്ങനെ ഇവിടുന്ന് വരുന്ന സമയത്ത് അവിടെ രമേഷ് പിഷാരടി പെട്ടെന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, പെട്ടെന്ന് ആരെ കാണുന്നു, നേരെ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു. ഈ സീന് നിങ്ങൾ നോക്കൂ. അത് കഴിഞ്ഞിട്ട് ആ മഞ്ഞ സാരി കൊടുത്തിട്ടുള്ള സ്ത്രീക്ക് കൈ കൊടുത്തിട്ട് പിരിഞ്ഞിട്ടുള്ള അപർണ. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതും വലിയ വിഷയമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിന് സോഷ്യൽ മീഡിയ പറയുന്നറിയോ? നേരെ വരുന്ന അപർണ പിഷാരടിയെ കാണുന്നു, പിഷാരടിയെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് തൊട്ടടുത്ത് പിഷാരയുടെ വൈഫിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, അവിടുന്ന് പോകുന്നു. ഇതിനെങ്ങനെയാണ് വ്യാഖ്യാനം എന്നറിയോ? ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വിഷയത്തേക്ക് കിടക്കാം. ഇതിനെങ്ങനെയാണ് വ്യാഖ്യാനം വെച്ചാൽ, പഴയ വിഷയമുണ്ടല്ലോ, പഴയ ആ കോളേജിൽ വന്നിട്ട് ആ പയ്യൻ തോളത്ത് കൈ വെച്ചപ്പോൾ സമ്മതിച്ചിട്ടില്ല, ഇപ്പോൾ കെട്ടിപ്പിടിച്ച് നടക്കാൻ യാതൊരുവിധ പ്രോബ്ലം ഇല്ല, കണ്ണ് കണ്ടവരൊക്കെ കെട്ടിപ്പിടിക്കാം. ആദ്യം നോക്കുക, പിഷാരടിയെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചെന്ന് പിഷാരടിയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് തൊട്ടടുത്ത് ഭാര്യ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. നേരെ വന്ന് കെട്ടിപ്പിടിച്ച സമയത്ത് പെട്ടെന്ന് തൊട്ടടുത്ത് ഭാര്യ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടത്തിന് വന്നിട്ടുള്ള അതേ അനുഭവം പിഷാരടിക്ക് വരും. ഇനി അടുത്തത് ആരെ കെട്ടിപ്പിടിക്കാൻ ഓടുകയാണ് അപർണ അതായത് ഈ കെട്ടിപ്പിടുത്തം കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് ആരെ കെട്ടിപ്പിടിക്കാണ്ട് നോക്കിയിട്ട് ഓടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള കമൻറ്റ് ബോക്സ്. ഇനി ആ കമൻറ്റ് ബോക്സിൻ്റെ കാര്യം ഞാൻ പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ജസ്റ്റ് ബാക്കിലേക്ക് നോക്കി അപർണ കോണി കയറിപ്പോയി. സാധാരണ പോലത്തെ ഒരു ചുരിദാർ, ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞത്, സാധാരണ പോലത്തെ ഒരു ചുരിദാറിട്ട് അപർണ കയറിപ്പോയി. ഏതോ ഒരു മൊട്ട ബാക്കിലുണ്ട്. അപർണ മൊട്ട എന്ന് ഉദ്ദേശിക്കാൻ കാരണം വെച്ചാൽ ഏതോ ഒരു മുടി, ഞാൻ അങ്ങനെ ക്ഷമിക്കണം കേട്ടോ, ഏതോ ഒരു വ്യക്തി ബാക്കിലുണ്ട്. ഇതും കമൻറ്റ് ബോക്സിൽ വന്ന് വായിലൂടെ മലം ഛർദ്ദിക്കുന്ന ഞരമ്പ് രോഗികളായിട്ടുള്ള ലൈംഗിക ദാരിദ്ര്യം അത്രയധികം അനുഭവിക്കുന്നവർക്ക് അവർക്ക് ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട്. ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് കേൾക്കാം പ്ലീസ്, ദയവ് ചെയ്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ, ഞാൻ വായിക്കട്ടെ, തുറന്ന് വായിക്കാമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഇപ്പോൾ
അഡൾട്ട്സ് ആയിരിക്കും എൻ്റെ വീഡിയോ കാണുന്നതെന്ന് വിചാരിക്കുന്നു. സോറി ഫോർ ദിസ്. ഞാൻ വീണ്ടും പറയുന്നു, പ്ലീസ് ഹെഡ്ഫോൺ വയ്ക്കാം. നന്മമരം ഒരുപാട് ഫേക്ക് പ്രൊഫൈൽസാണ് കേട്ടോ. കെട്ടിപ്പിടിച്ച് ജാക്കി സുഖം ഉണ്ടാവുന്നതിനും മുല തട്ടുന്നതിനും ഒരു കുഴപ്പവുമില്ല, മറിച്ച് ആരെങ്കിലും അറിയാതെ മുട്ടിയാൽ അത് കുറ്റമായി. പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഓരോ ഉടായിപ്പ്. ഇത് എന്തിലേക്കാണ് റെഫർ ചെയ്യുന്നറിയാം? പഴയ ലോ കോളേജ് സംഭവം. അത് വായിച്ചതിന് ശേഷം എൻ്റെ കാര്യം പറയാം. ആദ്യം വിചാരിച്ചത് ഒറ്റയ്ക്കാണെന്ന്, പിന്നെ ഭാര്യയും കുട്ടികളെയും കണ്ടപ്പോൾ ചമ്മിപ്പോയി. പിഷാരടീനെ ആദ്യം പിഷാരടി ഒറ്റയ്ക്കാന്ന് വിചാരിച്ചിട്ട് പിഷാരടീനെ പോയി കെട്ടിപ്പിടിച്ചു. പിന്നെ ഭാര്യനെയും കുട്ടികളെയും കണ്ടപ്പോൾ ചമ്മിപ്പോയി. ഇവളല്ലേ പണ്ടൊരു കോളേജ് പയ്യൻ അടുത്ത് പോയി നിന്നെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത്. ഇപ്പോൾ അവൾ ഓടി നടന്ന് കെട്ടിപ്പിടിക്കുകയാണോ ജിജോ ജോൺസൺ? അവൻ്റെ ഭാര്യയെ അവൾ മൈൻഡ് പോലും ചെയ്തില്ല. ഭാര്യനെ എന്തുകൊണ്ട് കെട്ടിപ്പിടിച്ചില്ല? ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്തുകൊണ്ട് അപർണ പിഷാരയുടെ ഭാര്യയെ കെട്ടിപ്പിടിച്ചില്ല? ഭാര്യനെ കണ്ടപ്പോൾ ഓടിയിത്രേ. പണ്ട് ആ പയ്യൻ കൈ പിടിച്ച് നീപ്പിച്ച്, ഞാൻ ആ വിഷയം പ്ലേ ചെയ്യാം, കൈ പിടിച്ച് നീപ്പിച്ച് തോള് കൈയിടുന്ന സമയത്ത് അവർ കംഫർട്ടബിൾ ആയില്ല. പിന്നെ അതിന് ശേഷം ഇത് കണ്ടിട്ടുള്ള ആൾക്കാരാണ് ആ പയ്യനെ, അല്ല അവൻ അത്യാവശ്യം നല്ല, ഞാനടക്കമുള്ള ആൾക്കാർ അത്യാവശ്യം നല്ല വയറിറച്ച് കൊടുത്തിട്ടുണ്ട്. പിഷാരടി സാറേ, ഈ കെട്ടിപ്പിടുത്തം ഒഴിവാക്കുന്നതാണ് ഭാവിയിൽ നല്ലത്. എന്താ ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരേ കലീഗ്സാണ്. ഒരു ഈ ടീമിന് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നോ ബ്രദർലി അഫെക്ഷൻ എന്നോ സിസ്റ്റർലി അഫെക്ഷൻ എന്നോ ഇങ്ങനത്തെ യാതൊരു പരിധിയില്ലാത്ത കുറേ എണ്ണങ്ങൾ വാഴുന്നൊരു സ്ഥലമാണ് ഫേസ്ബുക്ക്. ഇതേ സാധനം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ടോ, ഇത്രയില്ല. ഫേസ്ബുക്കിലെ എരപ്പാളികളുടെ ലൈംഗിക ദാരിദ്ര്യവും എന്താ പറയുക, മോനെ ചരച്ചോ പീഡനം വഴിയേ വരും. സൗഹൃദമൊന്നുമല്ല, ഒരു ഷോ മാത്രം. ശ്യാം മോഹൻ. സത്യമാണ്. കബീർ തിരൂർ എന്ന ആൾ എഴുതിയിട്ടുണ്ട്, ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന മനോരോഗികൾക്ക് വേറെ ഒന്നും കാണില്ല, മനുഷ്യർ തമ്മിൽ അടുപ്പവും മനസ്സിലാവില്ല. വെരി ട്രൂ. തലയിൽ അതാണ്, തലേൻ്റെ ഉള്ളിൽ തലച്ചോറിന് പകരം ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു, ഭാര്യനെ പിടിച്ചില്ല. നിലവിലെ പാലക്കാടിലെ MLA അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇയാളുടെ ഗതിയും അതുപോലെ ആക്കരുത്. ഇവരൊക്കെ കേരളത്തിൻ്റെ പ്രതീക്ഷകളാണ്. അവർ ഭാര്യയെ കണ്ടില്ല, പിഷാരടി കാണിച്ചു കൊടുത്തപ്പോൾ സന്തോഷം. ഇതിൻ്റെ ക്യാമറാമാൻ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഞാൻ പറയാതെ മനസ്സിലാകും. ഭാര്യയെ കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. കെട്ടിപ്പിടുത്തം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ വേറെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാനുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്ന്. ഇനി ഇതിൻ്റെ അടുത്ത സീന് ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം ഞാൻ അടുത്ത കമൻറ്റ് ബോക്സ് സീന് കണ്ടല്ലോ, നിങ്ങളിപ്പോൾ കണ്ടൊരു സീന് കണ്ടല്ലോ, അതായത് ആ കയറിപ്പോകുന്ന സീന്. ഇതിനെങ്ങനെയാണ് വ്യാഖ്യാനം അറിയോ? എന്തൊരു വലിപ്പമുള്ള സ്ത്രീ, ഇതെന്താ ആന നീങ്ങുന്നത് പോലെ. ഒരു സ്ത്രീയാണ് കേട്ടോ, വിദ്യാവിധു എന്നാണ് അതിൻ്റെ പേര്, പ്രൊഫൈൽ. ഇതാണോ ഈ ചാനലിൻ്റെ വക വിഷുക്കണി? പിള്ളേച്ചൻ കണ്ട കണി ആയിപ്പോയി. ചക്കപ്പോത്ത് പോലെ ആയല്ലോ, പഴയ പേയ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. അനിൽകുമാർ ശിവാനന്ദൻ, ഇയാളുടെ പ്രൊഫൈലാണ് ഇട്ടത്. അനിൽകുമാർ ശിവാനന്ദൻ്റെ പ്രൊഫൈൽ. ചക്കപ്പോത്ത് പോലെ ആയല്ലോ, പേയ്മെൻ്റ് ഒന്നും കിട്ടിയില്ല. മറ്റേ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള അതിൻ്റെ ഫേസാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. എന്തൊരു വലിപ്പമുള്ള സ്ത്രീ. വീഡിയോ എടുക്കുന്ന നേരം നോക്കി ബാക്ക് കാണിച്ച് സ്റ്റെപ്പ് കയറാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ആ ചേട്ടനെല്ലാം നശിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ ചേട്ടൻ്റെ കാര്യം പറഞ്ഞത്. ഈ ഫോട്ടോയിൽ കാണുന്ന അബ്ദുൾ സമദ്, ഇവരെന്നെയാണെന്നറിയില്ല, ഫേക്കാണ്. യാഷിക് കുന്നുമ്മൽ, മോളെ കമ്പ് പോലെ ഇരുന്നാണ്, അതായത് മെലിഞ്ഞിരുന്നാണെന്ന്. ഇവൾ നിക്കർ മാത്രം ഇട്ട് പോണത് പോലെ. എൻ്റെ ഭഗവാന്, ഞെളിഞ്ഞു നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ അറിയാം ഡാഷ് എക്സ്പീരിയൻസ്ഡ്. രാവണൻ എരപ്പൻ. അയ്യോ, സെറ്റി ഉണ്ടോ ഇരുന്ന് പടം കാണാൻ. വൈ ഡു പീപ്പിൾ പുട്ട് സച്ച് ഡീമീനിങ് കമൻസ്? വാട്ട് ഈസ് ദ പ്ലഷർ ദർ ഗെറ്റിംഗ്? ഞാൻ അടുത്ത് നോക്കിക്കോളൂ, ഞാൻ വായിക്കണത്. ഈ തള്ളയുടെ ഡാഷ് ആണേൽ ആനയുടെ ഡാഷ് പോലെയാണ്. ഈ ഡാഷാണോ നീ നാട്ടുകാരെ കാണിക്കുന്നത്? വിശ്വനാഥൻ കൊന്നക്കാട് എന്ന പേരിൽ സ്വാമി വിവേകാനന്ദൻ്റെ ഫേസ് അന്നാരാജന് ഭീഷണിയാകുമോ? പോരെ, മതി, നിർത്തണം. ഇതിന് മാത്രം എന്താ ചെയ്തത്? ഇനി പിഷാരടിയുടെ കേസ് പറഞ്ഞല്ലോ, ഇതിൻ്റെ വേറൊരു ആംഗിളുണ്ട്. വേറെ ഒരു ചാനൽ പുറത്തുവിട്ട വീഡിയോ. ഒരു കുഴപ്പമില്ല. ഒരു പിഷാരടിയെ കണ്ട സമയത്ത് നേരെ പിഷാരടി അടുത്ത് പോയിട്ട് സംസാരിച്ച് കെട്ടിപ്പിടിച്ചിട്ട് വിഷ് ചെയ്തിട്ട് അടുത്ത ഇതിന് പോകുന്നു. ഞാൻ പ്ലേ ചെയ്ത് തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് പാവം തോന്നി പോവാം. പക്ഷെ
ഇതൊക്കെ ഇത് കാണുന്നുണ്ടോ അവരെന്ന് അറിയില്ല. പക്ഷെ എന്നാലും അവനവൻ്റെ വീഡിയോ വരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കണ്ട് ഫോർവേഡ് ചെയ്യും. ഇവരുടെയും റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരിക്കില്ലേ, ഒരു കലീഗിനെ കണ്ട സമയത്ത് കെട്ടിപ്പിടിക്കുക എന്നുള്ള അത്ര വലിയ വിഷയമാണോ? പിന്നെ ഒരാൾ തടിച്ചു, എന്തൊക്കെ റീസൺസ് ഉണ്ടായിരിക്കും. ഒരു പുരുഷൻ തടിക്കുന്നതിനുണ്ട്, ഒരു സ്ത്രീക്ക് ഹോർമോണൽ ചേഞ്ചസ്, ഹോർമോണൽ ഇംബാലൻസസ്, പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ലേ. ഇത്ര അധികം ഫെസിലിറ്റീസും കാര്യങ്ങളുള്ള അവർ ഇങ്ങനെ ഒരു പക്ഷേ ചിലപ്പോൾ ഇവൻ്റെ തടി ഒരു തെറ്റായ സംഭവമല്ല. ഞാൻ ഒരിക്കലും എൻ്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല തടി എന്നാ പറയുക അല്ലേ. ഇതിനൊക്കെ ഒരാളെങ്ങനെ കൊല്ലാക്കൊല ചെയ്യണോ? ഇനി പഴയ ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഞാൻ പറയാം. പഴയ പണ്ടത്തെ ആ കെട്ടിപ്പിടീൻ്റെ സംഭവം ഉണ്ടല്ലോ, അതായത് ഈ പിഷാരയുടെ കെട്ടിപ്പിടി പറയുന്ന സമയത്ത് പണ്ട് ആ ലോ കോളേജിൻ്റെ റെഫറൻസ് ആൾക്കാർ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളത്. എന്നെ വലിച്ച് സ്റ്റേജ് ചേർന്ന് എണീപ്പിച്ച് എൻ്റെ തോളത്ത് വളരെ അഗ്രസീവായിട്ട് കൈ ഇട്ട് ഒരു ചോദിക്കുക പോലും ചെയ്യാണ്ട് ലോ കോളേജിൽ നിന്ന് വരുന്ന ഒരാൾ ചെയ്യുന്നതിന് ഞാൻ എന്തിനാണ് ചേട്ടാ എൻ്റർടൈൻ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ലോജിക്ക്. ഞാൻ ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ്. അതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. ആരെയാണെങ്കിലും അത് ചെയ്യരുത്. അത് എന്നെന്നല്ല, ഏതൊരാളെ ആണെങ്കിലും ആ ലിബർട്ടി ആരുടെയും മേത്തെടുക്കരുത്. അതിന് സ്റ്റാർഡം ഇല്ല, സ്ഥാനങ്ങളില്ല, ജെൻഡർ ഇല്ല, ഒന്നുമില്ല. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിയാണ്. അതിൽ ആര് എനിക്കറിയാത്ത ആൾ തൊട്ടാലും ഞാൻ അൺകംഫർട്ടബിൾ ആവും, ഞാൻ അവരെ പിടിച്ച് മാറ്റും. അത് എനിക്ക് തർക്കിക്കാത്ത വിഷയമാണ് ചേട്ടാ. അതെല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. ആൺ പെൺ വ്യത്യാസം ഇല്ലാണ്ട് ചെയ്യണം. എനിക്ക് അന്നും അവൻ്റെ ചെള്ളക്ക് 2 കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കാണുന്ന സമയത്ത് വീണ്ടും തോന്നുന്നു അവൻ്റെ ഒരു കൈ കൊടുക്കലും. എല്ലാവർക്കും അവരവരുടെ പ്രൈവസി ഉണ്ട്. നമ്മൾ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമുക്ക് ഇടപഴകാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻസിൽ നോ പറയാനും അതൊന്ന് ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള പ്രൈവസി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ 2 വിഷയം പറയാനുള്ള കാരണം വെച്ചാൽ അപർണ ബാലമുരളി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം. 2 വിഷയവും ഒറ്റ പിന്നെ ആ ഒരു ഡ്രസ്സ്, ആ ഒരു വേദി, അപ്പോൾ ഈ സമയത്ത് തന്നെ 2 വിഷയങ്ങൾ വന്നുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. മോശമായിട്ടുള്ള ഒരു വസ്തുത, നമ്മൾ പല സമയത്തും അതിനെക്കുറിച്ചൊക്കെ പലതും സംസാരിച്ചിട്ടുണ്ട്. ഒരാൾ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ള അയാളുടെ ഫ്രീഡാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ത് ഡ്രസ്സാണ് ആ കുട്ടി ധരിച്ച്? സാധാരണ ഒരു ചുരിദാർ, അധികം വിലയൊന്നും തോന്നാത്ത സാധാരണ ഒരു അല്ലേ, ജസ്റ്റ് ലൈക്ക് ദ ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറഞ്ഞ മാതിരി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.